പോലത്തെ ഷെഡിലാണ് ഞാൻ കിടന്നത്. ഞാനൊരു വയലിലാണ് താമസിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എനിക്കൊരു ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ എനിക്കൊരു BM-ൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ ആ ബൈക്ക് വിറ്റു. ഞാൻ കരുതി ഒരു സൂപ്പർ ബൈക്ക് ഓടിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരാൾ കയറി കിടക്കുന്നെങ്കിൽ കയറി കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നമസ്കാരം. ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന തൃക്കാക്കരയിൽ ഞാൻ പല പ്രദേശത്തും പോയി, പല സ്ഥലത്തും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലിങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. ഇവരുടെ ചേച്ചിയുടെ 2 സഹോദരിമാരുണ്ട്, രണ്ടുപേരും ഇന്ന് വിടില്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ഷെഡിലും അപ്പുറത്തെ ഒരു ചെറിയ വീട്ടിലൊക്കെ ആയിട്ട് 10ഓളം പേരാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അന്ന് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് സഹായിക്കാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ധൈര്യത്തിന് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനന്ന് ഈ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പലരും കണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിലൊരു വലിയ സന്തോഷം കൂടെ അറിയിക്കാം. ഈ പൊതുവെ ഭയങ്കരമായിട്ട് കേരളത്തിൽ പരിഹസിക്കപ്പെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിലെ ഞാനും കൂടെ നിന്നെ സഹായിക്കാം. അപ്പോൾ ഞാനിത് പറയുന്നത് പലപ്പോഴും നിങ്ങൾ പരിഹസിക്കുന്ന, നിങ്ങൾ ട്രോളുന്ന മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ വേദന കാണുമ്പം വേദന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പരിഹസിക്കാതിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ വഴിയില്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീട് വയ്ക്കുന്നതിനെക്കാട്ടി ഒരുപക്ഷെ ഇരട്ടി ബഡ്ജറ്റാവും. കാര്യം നമുക്ക് ഒരുപാട് ചുമട് വേണ്ടി വരും. അതിപ്പോൾ ഇവർക്കൊക്കെ അറിയാം, ഇവരൊക്കെ ഇവിടുത്തെ വന്നതാണ്. അതുപോലെ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചാനൽ വഴി പറയുന്നതെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൂടെ അന്ന് അവിചാരിതമായിട്ട് ഇവർ വന്നതാണ്. ഞാൻ പൊതുവെ പലരും വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും ഒഴിവാക്കുകയാണ്. പക്ഷേ ഇവരിത് വന്നു. പൊതുവേ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി മാത്രം ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ചുറ്റുപാടുകളിലുള്ള പല സുഹൃത്തുക്കളും ഉള്ളപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു നല്ല കോസിന് വേണ്ടിയിട്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇല്ല. ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലത്ത് നമ്മുടെ കൊട്ടാരക്കരയിലെ ഒരു സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് ഞാൻ നേരെ വരുന്ന വഴിയിൽ ഇന്ന് തന്നെ ഇത് കയറി അറിയിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ വെട്ടക്കുറവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ വീട്ടിൽ കറണ്ട് ഇല്ല. ഈ വീട്ടിൽ ഇപ്പോൾ കറണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ അത് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. വെട്ടക്കുറവ് ഉണ്ടായിട്ട് മാത്രം നിന്നതാണ്. ഈ 2 പെൺകുട്ടികളാണ്. 3 പേരുണ്ട്. 3 പേരുണ്ട്. അപ്പം 3 പെൺകുട്ടികൾ, അമ്മ, അവരുടെ സഹോദരി, ഒരാണും 2 പെണ്ണും. അപ്പം മോനെന്തി? മോനിപ്പോൾ ഞങ്ങളിവിടെ കാക്കനാട് NGO കോട്ടേഴ്സിൻ്റെ ഇവിടെ എല്ലാവർക്കും താമസിക്കുന്നത് ഏകദേശം സാഹചര്യം കണ്ട് എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുന്നതല്ല. രണ്ടായാലും ഞാനൊരു വലിയ സന്തോഷം നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഒന്ന്, പ്രിയപ്പെട്ട സുരേഷ് ഗോപിയും അതുപോലെ എൻ്റെ സുഹൃത്ത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ നമ്മുടെ പാട്രിയോട്ട് ഫിലിമിൻ്റെ കോ-പ്രൊഡ്യൂസർമാരുള്ള സുഭാഷ്, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ഇത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കും. രണ്ടായാലും ഈ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്ന രീതി എനിക്കില്ല. അത് ഇവിടെ മാത്രമല്ല, ഞാനിങ്ങനെ കുറേ ആൾക്കാരെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് കയറിയ സമയത്ത് കിഡ്നി ഫെയിലിയറായിട്ട് കിടന്നവർ, മക്കളില്ലാതെ ഒറ്റയ്ക്ക് പെട്ടുപോയവർ, ഇവരെയൊക്കെ അടുത്ത് വന്ന് കയറിയിട്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഇതൊന്നും എനിക്കില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പണ്ട് തൊട്ടേ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദേവിയത് ഇപ്പം തന്നെ ആലോചിച്ച് നോക്കും. നമ്മളിത് വന്ന് പറഞ്ഞതിന് ശേഷം ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഭീഷണിയാണ് വരുന്നത്. അപ്പോൾ ആ ചേച്ചി തന്നെ പറയും, അതാണ് ഇവിടെ അല്ല, അതായത് ഇവിടെ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ നന്നാക്കുക എന്നതല്ല പലരുടെ ഉദ്ദേശം. അപ്പോൾ ഇവർക്കായാലും മക്കൾക്കായാലും പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചേച്ചിയുടെ അമ്മയുടെ സഹോദരൻ താമസിക്കുന്ന വീടാണ്. ഇത് ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീടായിരിക്കുന്ന വീടാണ്. പിന്നെ എല്ലാം കൂടെ നമുക്ക് ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. പക്ഷേ ഈ വീടും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് വൃത്തിയാക്കി ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഞാൻ പോലും പറഞ്ഞത്, ഒരാളോടൊരു വാക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള മനസാക്ഷിയുടെ പുറത്ത് മാത്രമാണ്. കാരണം ഇതിന് അടുത്ത വരുന്ന കമൻറ്റുകൾ ഇങ്ങനെ ആയിരിക്കും. 5 വർഷം കഴിഞ്ഞ് ഇതെല്ലാം എല്ലാവരും മറന്നുപോകും. അതുകൊണ്ടാണ് ഇത് ഇമ്മീഡിയറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇലക്ഷൻ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, വയനാട്ടിലെ 770 കോടി രൂപ പിരിച്ചു വെച്ചിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് ആ വോട്ട്, അതായത് ആ പാവങ്ങളുടെ ദുരന്തത്തെ വോട്ടാക്കി കൺവേർട്ട് ചെയ്യണം എന്നതായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നിട്ട് പോലും 150 വീടേ ചെയ്ത് കൊടുത്തുള്ളൂ. ഇപ്പോഴും അവിടെ വീടുകൾ ചെയ്ത് കൊടുക്കാത്തില്ല. മനുഷ്യന് കയറി കിടക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ലെന്ന് ആലോചിക്കുക. അത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, 770 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കിടന്നിട്ടാണ് അത് ചെയ്യാത്തത്. ചോദ്യം ചെയ്യാൻ ആളില്ലാതെ വരികയാണ്. അപ്പോൾ ഇത് മറ്റു രീതിയിൽ കാണാതിരിക്കുക. ഇവരുടെ പ്രശ്നം അതിൻ്റെ മനസ്സിൽ അതൊന്നല്ല. ഒരുപാട് ആൾക്കാരുടെ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും. അപ്പോൾ അതൊന്ന് പറയാൻ വന്നതാണ്. അതിനുള്ള പ്രത്യേകം നന്ദി. ഈ ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ, മനസ്സറിഞ്ഞ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് സഹായിക്കാമെന്ന പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്കും സുരേഷ് ഏട്ടാ 1000 നന്ദി.
കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ സുഭാഷിനും 1000 നന്ദിയും സ്നേഹവും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ഒറ്റയ്ക്ക് ഇത് ഇപ്പോൾ എൻ്റെ വരുമാനമൊക്കെ ഏറെക്കുറെ നിലച്ചു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി. എനിക്കിനി എൻ്റെ 2 പെൺമക്കളുണ്ട്, അവരൊക്കെ എങ്ങനെ ജീവിക്കും അത് നമുക്കറിയത്തില്ല. പക്ഷേ ലൈഫ് സ്റ്റൈൽ കട്ട് ചെയ്യുക. എനിക്കൊരു ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ എനിക്കൊരു BMW ബൈക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ ആ ബൈക്ക് വിറ്റു. ഞാൻ കരുതി ഒരു സൂപ്പർ ബൈക്ക് ഓടിച്ച് നടക്കേണ്ട കാര്യമില്ല, ഒരാൾ കയറി കിടക്കുന്നെങ്കിൽ കയറി കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഇപ്പം ഞാൻ പൈസ കണ്ടെത്തിയ മാർഗ്ഗം അതാണ്. അല്ലെങ്കിൽ പറയാം എനിക്ക് എവിടെ നിന്നെങ്കിലും വേറെ പൈസ കിട്ടിയെന്ന് പറയും. എന്തായാലും ഇവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ്ട് ഇത് നമ്മളിവിടുത്തെ സുരേഷ് ഏട്ടനുണ്ട്, 2020 മണ്ഡലം പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇവരെയും കൂടെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇവരെല്ലാവരും. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വസ്തു ഒന്ന് വൃത്തിയാക്കുക, നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സന്തോഷമായിട്ടിരിക്കുമോളെ. സന്തോഷമായി. ഞങ്ങളുടെ തീർച്ചയായിട്ടും കാണാം. സന്തോഷം. അപ്പോൾ ഞാനൊപ്പം ഉണ്ടാവും. ശരി മോളെ. വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. എൻ്റെ ചേച്ചിക്ക് ഭർത്താവില്ല, എനിക്കും ഭർത്താവില്ല. എനിക്ക് 3 പിള്ളേർ, ചേച്ചിക്കും 2 പിള്ളേർ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോവുക. അവിടെ തുച്ഛമായ ശമ്പളമാണ് എനിക്കുള്ളത്. പിള്ളേരെ ഇവിടെ പഠിപ്പിക്കണം, അവരുടെ കാര്യം നോക്കണം. ഞങ്ങൾക്ക് ഒന്നാമത്തെ ഇതിനകത്ത് ഒരു മഴ വന്നാൽ പോലും ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, അത്രയും വല്ല ഇത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഷീറ്റ് ഇങ്ങനെ വലിച്ചിട്ടേക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് കെട്ടിയതാണ്. പിന്നെ എനിക്ക് നാട്ടുകാർ വലിച്ചിളക്കി കളഞ്ഞ എൻ്റെ ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കുക, ഇവർക്കെങ്കിലും പ്രധാനപ്പെട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എൻ്റെ കൂടപ്പിറപ്പും ഞങ്ങൾക്കും സന്തോഷമാണ്. എൻ്റെ മക്കളുടെയും ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. സുരേഷ് ഏട്ടനും സന്തോഷം ഉണ്ടാവും. എനിക്ക് പേര് വിളിക്കണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും, എല്ലാ സാറന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഞങ്ങളുടെ അടുത്ത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കിങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. ചെറുപ്പം തുടങ്ങി, ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഒരു ഉടുതുണിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണത്തിൽ പോലും ഒരാളും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളർന്നത് ആൾക്കാരാണ്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്ക് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കുട്ടികളുടെ പഠിത്തമൊക്കെ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ വീണ്ടും വന്നില്ലേ. നമ്മള് ഇലക്ഷന്റെ സമയത്താണ് വന്നത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇദ്ദേഹത്തിന്റെ കുറച്ച് ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്ന. പക്ഷെ തൃക്കാക്കര മണ്ഡലത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും തന്നെ ഞങ്ങൾ ഇങ്ങനെ സാധാരണ വികസിത. ഇല്ല, ഞാൻ സത്യത്തിൽ ഒരു കാര്യം പറയാലോ. ഇതിപ്പോൾ അന്ന് അവിടെ വന്നു പോയില്ലേ, ഇത് നിങ്ങളൊന്നും വരില്ല, അതാ ഇലക്ഷൻ്റെ ടൈമിൽ വന്നതായിരിക്കുള്ളൂ എന്നൊക്കെ ഞാൻ സത്യം പറയാൻ ഞാൻ അങ്ങനെ ചിന്തിച്ചായിരുന്നു. കാരണം എന്നെ ഒരുപാട് ആൾക്കാർ ഇല്ലയെന്നൊന്നും പറയല്ലേ, ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇതെന്ന് പറയാം. എൻ്റെ സഹോദരിയുടെ അടുത്തും പറഞ്ഞാൽ ചേച്ചി അത് ചിലപ്പോൾ ഇവർ ആ ഒരു ഇതിൽ വന്നതായിരിക്കുള്ളൂ. അല്ലാതെ നമ്മളെയൊക്കെ ആര് രക്ഷപ്പെടുത്താനാണ്? നമ്മൾ ജീവിക്കാൻ തൊണ്ട് എത്ര വർഷങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം, ആര് രക്ഷപ്പെടുത്താനാണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇല്ല, നമുക്ക് നോക്കാം, നമ്മളെ ദൈവം എന്തായാലും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ ദൈവം നമുക്ക് മനുഷ്യനായിട്ടെങ്കിലും ദൈവമായിട്ട് വരുന്നു. അങ്ങനെ നമുക്ക് ദൈവം അതൊന്നല്ല. ഇപ്പം ഒരു ഇതിപ്പോൾ ബൈറ്റ് എടുക്കാൻ പറയല്ല. ഞാൻ ഈ പിള്ളേരുമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ജീവിച്ചു വന്നത്. കുറച്ച് ഞങ്ങൾക്ക് വസ്തുവിച്ചിരി പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അവിടെ നിന്ന് മാറി. ഞാൻ സഹായിച്ചു, എന്നെ ഒരുപാട് മനുഷ്യർ സഹായിച്ചു. ഇല്ല, ഞാനെല്ലാം കണ്ടായിരുന്നു. പല പ്രശ്നങ്ങളും അതിനകത്ത് വന്നായിരുന്നു. എന്നെ അടുത്തും ചോദിച്ചവരും ഉണ്ട്. ചെയ്യുന്നത് എനിക്ക് ഒരുപാട് മനുഷ്യർ സഹായിച്ചിട്ടുണ്ട്. ഈ കയറി കിടക്കുന്ന ഇതുപോലത്തെ ഷെഡിലാണ് ഞാൻ കിടന്നത്. ഇതിപ്പോൾ നിങ്ങൾക്കൊന്നുമില്ലെന്നുണ്ടെങ്കിലും മഴ പെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞാനൊരു വയലിലാണ് താമസിച്ചത്. അപ്പോൾ ഈ ഇതേപോലത്തെ ഷെഡിൽ നിന്നാണ് അമ്മ എന്നെയും എൻ്റെ അനിയനെയും ഉൾപ്പെടെ എടുത്ത് എല്ലാ മഴക്കാലത്തും വേറെ സ്ഥലത്തും കൊണ്ട് കിടത്തി. അങ്ങനെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആ സമയത്ത് എനിക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് TB ക്ഷയം എന്ന് പറയുന്ന രോഗം വന്നു. അന്നത്തെ കാലത്ത് ഏതാണ്ട് ഒരു 10-32 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇതുപോലത്തെ ഒരു അസുഖം വന്നാൽ മക്കൾ മരിച്ചു പോകുന്ന കാലമാണ്. അവിടെ നമ്മുടെ അമ്മ നമ്മുടെ എന്നെയും കൊണ്ട് ഓടി, അല്ലെങ്കിൽ എൻ്റെ അനിയൻ അതിന് ശേഷം വന്നു. അപ്പം ഞങ്ങൾ വയലിലാണ്. അവിടെ നിന്ന് ഒന്ന് നടന്ന് റോഡിൽ കയറണമെങ്കിൽ തന്നെ വയലിൻ്റെ ഇടയിലൂടെ ഒക്കെ പോകണം. അപ്പോൾ ഇത് എവിടുന്ന് അവിടെ കിടന്ന് ഞാൻ എവിടെ നിന്നൊക്കെ ഓടി. ഇപ്പം ചിലർ പറയും അഖിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടില്ലെന്ന്. എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് ആയ കണക്ക് എനിക്ക് സക്സസ് വേറെ ഇല്ലെന്ന് എപ്പോഴും പറഞ്ഞല്ല. ഞാൻ നിയമസഭയിലാണ് പരാജയപ്പെട്ടതെന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ വഴിയിൽ എവിടെ നിന്നല്ല. ആ ഒരു കടന്നു വഴി 10ാം ക്ലാസ് വരെ എനിക്ക് വീടില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, 34 വയസ്സ് വരെ എനിക്ക് വീടില്ലായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ പോയി ജയിച്ചതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായത്. അതിന് മുമ്പ് എനിക്ക് വീടില്ലായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാം, അല്ലാതെ എൻ്റെ മുന്നിൽ എന്താണ് മാർഗം എന്ന് മാത്രമാണ്
എൻ്റെ 2 പെൺമക്കളെയും കൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ വൈഫിനും പിള്ളേർക്കും അവർക്ക് വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവർ ജീവിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞത് ആ വഴിയിൽ ആരൊക്കെയോ നമ്മളെ സഹായിച്ചു. അത് ഈ ഞാൻ ഈശ്വര തുല്യനായിട്ടാണ് കാണുന്നത്. എൻ്റെ സിനിമാ നിർമ്മാതാവിൻ്റെ നമ്പർ ഞാനിപ്പോഴും ഗോഡെന്ന് പറഞ്ഞാൽ സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴികൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവരെയും ഒരു നോട്ടം കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. ഒരുപാട് 99% ആൾക്കാർ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നന്ദിയല്ല, ഇന്നലകളിൽ എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്നൊരു സഹായം. ഞാൻ കഴിഞ്ഞ വയനാട് ദുരന്തം വന്ന സമയത്ത് ഞാൻ അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത് എനിക്ക് ഒരുത്തൻ്റെ മുന്നിൽ കാണിക്കാനില്ല. പക്ഷേ അവിടെ അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അവിടെ സർക്കാർ നമുക്കായിട്ടൊരു വസ്തു ഒരുക്കി തന്നിട്ടില്ല. അവിടെ ഇത്രയും കോടിക്കണക്കിന് രൂപ അവിടെ കിട്ടി. അപ്പോൾ അവിടെ അർഹതപ്പെട്ടവരെ നമുക്ക് കണ്ടെത്തേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് പേരവിടെ സഹായിക്കാനുണ്ട്. അപ്പം ഞാൻ നോക്കിയത് എൻ്റെ നാട്ടിൽ സഹായിക്കാൻ ആരുണ്ട്, അവരെ ആശുപത്രി കേസുകൾ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സഹായിക്കും. അത് ദുരിതാശ്വാസത്തിൽ നമ്മൾ അന്ന് പൈസ കൊടുത്തു. ഇതൊന്നും ഈ നമ്മളെ അനുകൂലിക്കാനോ എതിർക്കാനോ അല്ല. പൊതുവേ എനിക്ക് എതിർക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോഴും ഒന്നും പുറത്തു വിടരുത്. ഇതെല്ലാം ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഏതോ ഒരു പോയിന്റിൽ ഇപ്പോൾ സുരേഷ് ഏട്ടൻ കണ്ട ഈ മനുഷ്യനായിരിക്കും ചിലപ്പോൾ അന്നത്തെ നിങ്ങളീ പറയുന്ന ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. കാരണം സുരേഷ് ഏട്ടനാണ് ഇത് നമ്മുടെ അടുത്ത് പറയുന്നത്. കാര്യം ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കറിയത്തില്ലല്ലോ നിങ്ങളിവിടെ താമസിക്കുന്നവർ. സുരേഷ് ഏട്ടൻ പറയുന്നത് ഇവിടെ വരണം. നമുക്ക് അന്നേരം നിങ്ങൾക്ക് ആദ്യത്തെ കാരണക്കാരനാരാ? സുരേഷ് ഏട്ടനാണ്. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാതെ അന്നത്തെ ദിവസം ഇവിടെ പ്ലാൻ ചെയ്ത നമ്മുടെ NDAയുടെ കൺവീനർ ഒരു കാരണക്കാരനാണ്. ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഈശ്വര നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും, എൻ്റെ കയ്യിൽ അതിന് വേണ്ടി പൈസ ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്ന ഇവരും അതിന് കാരണക്കാരാ. ഇവരിത് ഇട്ടില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തെ നാളിതുവരെ കാണിച്ചിട്ടില്ല. കാര്യം എന്നെ കൊണ്ടത് പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യൻ്റെ അവസ്ഥ എടുത്ത് വീഡിയോ കാണിക്കുന്നത് ഞാൻ ചെയ്യില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതി കാരണമായി. ഈ വീഡിയോ കണ്ടിട്ട് സുരേഷ് ഗോപി എന്നെ വിളിച്ചു, ഞാനൊരു ചെറിയ സഹായം നിനക്ക് ചെയ്യാം. പക്ഷേ അത് ഒരിക്കലും വീട് വെക്കാൻ പറ്റുന്നൊരു തുകയല്ല. പക്ഷേ അദ്ദേഹത്തിന് എന്താ വേണം, തൃശ്ശൂർ മണ്ഡലത്തിൽ കിടക്കുന്ന പുള്ളിക്ക്, തൃക്കാക്കര കിടക്കുന്ന നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ പുള്ളിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പുള്ളി ഞാനിതിട്ടതല്ലേ, ആകിലെ ഇടാൻ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. അപ്പം ബാക്കി പൈസ ഞാൻ കണ്ടെത്തണം. അപ്പം ഞാനത് നമ്മുടെ ഫുൾ പൈസ എൻ്റെ വരത്തില്ല. കാരണം ഇതെന്തായാലും നമ്മളിത് ചെയ്ത് വരുമ്പോഴത്തേക്ക് 15 ലക്ഷം രൂപ വരും. അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ചാൽ പുള്ളിയും പറഞ്ഞു 2-3 ലക്ഷം രൂപ പുള്ളി സഹായിക്കും. ഞാൻ വിചാരിച്ച ഒരു 5 ലക്ഷം രൂപ ഞാൻ എടുക്കാം, ബാക്കി പൈസ അവിടെ നിന്ന് കണ്ടെത്തണം. പിന്നെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് നടക്കും. ഇത് ഞാൻ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആരും ഇറങ്ങാനും പോകുന്നില്ല, ഇത് നടക്കത്തുമില്ല. അപ്പം നമ്മളറിയാതെ പലരും കാരണമായി. അതുകൊണ്ട് ഇത് അച്ചായൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പുള്ളി ഈ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവങ്ങളുടെ ദുരിതം വിൽക്കും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കിത് വിറ്റ് ഒരു പ്രശസ്തിയും വേണ്ട. ആവശ്യത്തിലധികം പേരും പ്രശസ്തിയും ഓൺലൈൻകാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് ഞാനതാ. പക്ഷേ ഇവരാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഓൺലൈൻ മീഡിയ മൊത്തം വിളിച്ചുകൊണ്ട് വരാം. ഇവരുടെ ചാനലിലൂടെ അത് പോയത് അത് അവർ തന്നെ അറിയിക്കട്ടെ. അത് അറിയിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് തന്നെ 4 പേര് 10 പേര് ഈ വീഡിയോയുടെ അടി കമൻറ്റ് ഇടും. അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മളെങ്ങും വന്നിട്ട് ഒന്നും ചെയ്യാൻ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ട് പോകുന്നതല്ല. ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. ഞാൻ എഴുതിയ പ്രസ്താവന ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം. ഞാൻ ഒരിക്കലും പറഞ്ഞു പറ്റിക്കില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞു പറ്റിച്ചാൽ എന്നെ പരസ്യമായി തല്ലിക്കോളാനാണ്. ഞാൻ എൻ്റെ പ്രസ്താവന എഴുതിയിട്ടുണ്ട്. വാക്കും പ്രവൃത്തിയും അച്ഛനും ഒക്കെ ഒന്നേ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും, ഞാനൊപ്പം ഉണ്ടാവും. ശരി മോളെ, പഠിക്ക്. പഠിത്തത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ